മുട്ട കൊണ്ട് ഒരു വിഭവമാണ് ചെയ്യുന്നത്. അതൊരു ഓംലെറ്റ് ആണ്, പക്ഷേ ഇത് സാധാരണ ഓംലെറ്റ് അല്ല, ഇതൊരു സ്റ്റഫ്ഡ് ഓംലെറ്റ് ആണ്. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഇതൊരു ഹോൾ എഗ്ഗിലാണ് ചെയ്യുന്നത്, മുഴുവൻ മുട്ടയിലാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് കൂടുതൽ നമ്മൾ നോക്കുന്ന ആൾക്കാർ മുട്ടയുടെ വെള്ള മാത്രം എടുത്തും ചെയ്യാം, വൈറ്റ് ഓംലെറ്റ് വെച്ചിട്ടും ചെയ്യാം. എന്തായാലും നമ്മളുടെ സ്റ്റഫ്ഡ് ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റഫിങ്ങിന് വേണ്ട ചേരുവകൾ: എണ്ണ 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് 1 ടേബിൾ സ്പൂൺ, പാലക്കിൻ്റെ ഇല ചെറുതായി നുറുക്കിയത് 1.5 കപ്പ്, ചിക്കൻ സോസേജ് വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മുട്ട 5 എണ്ണം, വലിയ സവാളയാണെങ്കിൽ 1ൻ്റെ പകുതി, ചെറുതാണെങ്കിൽ 1 സവാള തന്നെയാകാം, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചീസ് 2 ക്യൂബ്സ്. ഇനി വൈറ്റ് സോസിന് വേണ്ട ചേരുവകൾ: വെണ്ണ 2 ടേബിൾ സ്പൂൺ, മൈദാമാവ് 2 ടേബിൾ സ്പൂൺ, പശുവിൻ പാൽ 1.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പാല് 1/4 കപ്പ്. അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കെട്ടുള്ളൊരു പാത്രം, അതിലേക്ക് ആദ്യം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെണ്ണ, അപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാംസ് എന്ന് പറയാം, 50 ഗ്രാമോളം വെണ്ണ. അപ്പോൾ വെണ്ണ ഉരുകി തുടങ്ങി. മൈദാമാവെല്ലാം ഞാൻ അളന്ന് വെച്ചിരിക്കുവാണ്, കറക്റ്റ് 2 ടേബിൾ സ്പൂൺ. ഇതൊന്ന് ഉരുകിയിട്ട് അതിലേക്ക് ഇടാം. അപ്പോൾ മൈദാമാവ് 2 ടേബിൾ സ്പൂൺ, അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരുന്നുണ്ടല്ലോ, ഇതാണൊരു പാകം. നല്ല മൂത്ത്, പക്ഷെ നിറം മാറാൻ പാടില്ല, നല്ലൊരു മണം വരണം, മൂക്കുന്നൊരു മണം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട്, ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധാപൂർവ്വം. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാൽ ഇതിലേക്ക് ഒഴിക്കണം. തീ നന്നായിട്ട് കുറയ്ക്കുക. ഇത്രയും കോൺഫിഡൻസ് നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ചേർത്താലും മതിയാകും പാൽ. നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടോ അതനുസരിച്ച്, അടുപ്പിൽ വെച്ച് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മാറ്റി വെച്ച് ചെയ്യാം. തീ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കുറുക്കി വെക്കണം. നല്ല ടൈറ്റായിട്ടാണ് നമുക്ക് വേണ്ടത്, എങ്കിലും ഇച്ചിരി കൂടെ പാല് വേണം. ഏകദേശം 1.5 കപ്പ് പാല് തന്നെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ടൈറ്റ് ആയിരിക്കണം, പക്ഷേ ഇതിനി കുറുകും. അപ്പോൾ ഒരുപാട് ലൂസ് അല്ല വേണ്ടത്, കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു വൈറ്റ് സോസ്. ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് ഇരിക്കുന്നതോറും കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആകും. അപ്പോൾ നല്ല ഈ ഒരു കൺസിസ്റ്റൻസി. ഇത് ഇച്ചിരി കൂടെ ഒന്ന് കുറുകിയാലും കുഴപ്പമില്ല, ഇച്ചിരി കൂടെ ടൈറ്റ് ആയാലും പ്രശ്നമില്ല. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ അടുപ്പിൽ തന്നെ മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. നമ്മളിനി ഫില്ലിംഗ് തയ്യാറാക്കാൻ പോകുന്ന ഫില്ലിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഒരല്പം എണ്ണ, 1 ടേബിൾ സ്പൂൺ, ഏതെങ്കിലും തരം വെജിറ്റബിൾ ഓയിൽ, ഏതാണെങ്കിലും കുഴപ്പമില്ല. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറുതായി നുറുക്കിയ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ. എണ്ണയിൽ അവിടുന്ന് വെളുത്തുള്ളി ചെറുതായി മൂക്കുന്നൊരു മണം വരണം, വാടി ചെറുതായി. ഇപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന വഴറ്റലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും. ഇപ്പോൾ എന്താ പറയുക, വെളുത്തുള്ളിയുടെ നിറം മാറാൻ തുടങ്ങുന്നേ ഉള്ളൂ, ഒന്ന് വാടിക്കഴിഞ്ഞു. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ തന്നെ നമ്മൾ സവാള അരിഞ്ഞതും ചേർത്തു. ഇനി സവാളയും കൂടി ഇതുപോലെ ഇതിനോടൊപ്പം കിടന്നൊന്ന് വഴണ്ട് കളറൊക്കെ മാറാൻ തുടങ്ങണം. അത്രേ ഉള്ളൂ. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ സോസേജ് എന്ന് പറയുമ്പോൾ ചിക്കൻ സോസേജ് വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ. അതെടുത്തിട്ട് ഒരു 6 എണ്ണം എടുത്ത് ഇങ്ങനെ ചെറിയ വട്ട കഷ്ണങ്ങളാക്കിയാൽ ഏകദേശം 1 കപ്പോളം കാണും. സോസേജിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എന്തായാലും വട്ടത്തിന് അരിഞ്ഞ് കഴിയുമ്പോൾ 1 കപ്പോളം ആകാം. ഇനി ഇതിൻ്റെ അളവും കൂടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഉള്ളതുപോലെയൊക്കെ ചേർക്കുക. സോസേജും കൂടി ചേർത്തു. ഇതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം.
പിന്നെ ഇതിനോടൊപ്പം നമുക്ക് കുരുമുളക് പൊടി. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്ര എരിവ് വേണം. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ 1 ടീസ്പൂണെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാകാം, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ് എത്രത്തോളം എരിവെന്നുള്ളത്. നമുക്ക് സോസേജും കുരുമുളക് പൊടി, വെളുത്തുള്ളി, സവാള എല്ലാം എണ്ണയിലാണ് ഇങ്ങനെ മൂക്കുകയാണ്. ഇനിയാണ് നമ്മളിതിലേക്ക് പാലക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക് ചീര. അത് നമ്മൾ അരിഞ്ഞെടുത്തത് 1.5 കപ്പ്. ഇത് വാടി കഴിയുമ്പോൾ ഒന്നും ഇല്ലാണ്ടാകും, അത്രേ ഉള്ളൂ. അതും കൂടി ചേർക്കാം. ഇനി പാലക്ക് കിട്ടിയില്ല എന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ഇലയാകാമല്ലോ. ഇപ്പോൾ മുരിങ്ങ ഇലയാകാം, അതല്ലെങ്കിൽ പലതരം ചീരയുണ്ട്, അതാകാം. ഇതെല്ലാം നമ്മൾക്ക് കഴിക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയല്ലേ. അതേതെങ്കിലും അതെ നോക്കൂ, പാലൊക്കെ വാടിക്കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞു. തീ ഒരൽപ്പം കുറച്ചിട്ട് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഇപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുവാണ്. ഒരു വെണ്ണ പോലെ നോക്കൂ, നല്ല രസമായിട്ട് ചീസി ആയിട്ടിരിക്കുകയാണ്, നല്ല ചീസിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതും കൂടി ചേർത്ത് യോജിപ്പിക്കുക. മതി, തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റിന് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് കാര്യങ്ങളെല്ലാം നോക്കുക, എന്ത് കുറവുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം. പിന്നെ ഇനി ഒരു ഇറ്റാലിയൻ ടേസ്റ്റൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ഒറിഗാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈഡ് ഹെർബ്സ്, അതല്ല ഈ പാസ്ലി ഇല ഉണ്ടെങ്കിൽ അത് അരിഞ്ഞത് ഫ്രഷ് ആയിട്ടുള്ളത് എന്ത് വേണമെങ്കിലും ആകാം. ഫ്ലേവറിങ് എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് സ്റ്റഫ്ഡ് ഓംലെറ്റ് ആണ്. അപ്പോൾ ഓംലെറ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കാര്യം അതിൻ്റെ മേളിലൊരു സ്കിൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിരുന്ന പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ 5 മുട്ടയുടെ വെള്ള, ആദ്യം നമ്മൾ മുട്ടയുടെ വെള്ളയൊന്ന് പതപ്പിക്കാൻ പോവുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എപ്പോഴും നമ്മൾ മുട്ടയുടെ വൈറ്റൊക്കെ പതപ്പിക്കുന്ന സമയത്ത് അത് പതപ്പിക്കുന്ന പാത്രം ഒന്ന് ചെറുതായി ചൂടാക്കിയാൽ വളരെ നല്ലതാണ്, പെട്ടെന്ന് തന്നെ പതഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം, നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് കിട്ടും. നല്ല എന്താ പറയുക, പതഞ്ഞിരിക്കുന്ന ഓംലെറ്റ്. ഇങ്ങനെ വെള്ളം നന്നായിട്ട് പതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞ, ഈ 5 മുട്ടയുടെ മഞ്ഞയും ചേർക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുക, എഗ് വൈറ്റിൽ മാത്രം വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം. വേണമെങ്കിലല്ല, എന്തായാലും വേണം, ഉപ്പ് എന്തായാലും വേണമല്ലോ, ഓംലെറ്റിനുള്ള ഉപ്പ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, വൈറ്റ് കളറാകാം അല്ലെങ്കിൽ ബ്ലാക്ക് ആകാം. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് കുറച്ച് പാല്, ഒരു 1/4 കപ്പ് പാൽ എടുത്ത് വയ്ക്കുക. ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും ഓംലെറ്റ്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ പാല് മാക്സിമം, അതിൽ കൂടുതൽ വേണ്ട.
ഇതെല്ലാം കൂടി ചേർത്ത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഓംലെറ്റ് 2 ഓംലെറ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓംലെറ്റിനൊരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അല്പം എണ്ണ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മളൊരു ഫ്ലഫി ഓംലെറ്റിന് വേണ്ട തയ്യാറെടുപ്പാണ്. തീ അല്പം കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യാനുസരണം നിറയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. നമ്മൾ നിറച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഫില്ലിങ് ഇത്രയും വെക്കണം എന്നില്ല. പക്ഷേ ഞാനത് എന്താ പറയുക, നന്നായിട്ടങ്ങ് ഫില്ല് ചെയ്യുകയാണ്. ശരിക്കും ഇത് ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് ഓംലെറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിറച്ച് സ്റ്റഫിങ് ആയിട്ടിരിക്കുവാണ്. ഇതിൻ്റെ 2 സൈഡിലും മുട്ടയാണ് അതിൻ്റെ കവറിങ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റഫ്ഡ് ഓംലെറ്റ് തയ്യാറാക്കുക. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഓംലെറ്റും തയ്യാറാക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് നിറച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നത്, നമ്മൾ അത് മടക്കുന്നതിന് മുന്നേ കുറച്ച് ചീസ് ഓപ്ഷണലാണ്, പക്ഷേ ടേസ്റ്റ് കൂടും. ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ക്യൂബ്സ് ആയിട്ടുള്ള ചീസ് വാങ്ങുകയാണെങ്കിൽ ഒരു ക്യൂബ് മുഴുവൻ വേണമെന്നില്ല, ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ ഇത് നമ്മളൊരു നോൺ വെജ് വേർഷനാണ് ചെയ്തത്. വെജിറ്റേറിയൻസ് ഉണ്ട്, മുട്ട മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻസ് ഉണ്ട്. മുട്ട കഴിക്കും പക്ഷെ കുഴപ്പമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ സോസേജിന് പകരം വേണമെങ്കിൽ മഷ്റൂംസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മഷ്റൂം നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് സോസേജിന്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് ഓംലെറ്റ് 2 റെഡി ആയി കഴിഞ്ഞു. ഒട്ടും പാടില്ല, വളരെ ഈസിയാണ്. പിന്നെ ഈ സ്റ്റഫിങ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കാണുന്നത് തന്നെ ഒരു സുഖമല്ലേ കൊടുക്കുമ്പോൾ. അത്രയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. ആദ്യത്തെ നമ്മൾ കുറച്ച് ചെറുതാണ് കമ്പയർ ടു ദ സെക്കൻഡ് വൺ. രണ്ടാമത്തത് കുറച്ചുകൂടി വലുതാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ 5 മുട്ടയിൽ നിന്നും വേണമെങ്കിൽ ഈ ഒരു ആവറേജ് സൈസിൽ വേണമെങ്കിൽ 3 എണ്ണം വരെ തയ്യാറാക്കാം. അപ്പോൾ ഫില്ലിങ് 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ മുട്ട 3ആയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുക, ഫില്ലിങ് 3ആക്കി ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നല്ല ജയൻറ്റ് സൈസിലെ ഒരു എന്താ പറയുക സ്റ്റഫ്ഡ് ഓംലെറ്റും ഒരു മീഡിയം സൈസിലെ സ്റ്റഫ്ഡ് ഓംലെറ്റും തയ്യാറാക്കി കൊടുക്കാം. ഇതൊന്ന് അച്ഛന്, ഇതൊന്ന് അമ്മയ്ക്ക്, ആ രീതിയിൽ വേണമെങ്കിൽ. കുട്ടികൾക്കാണെങ്കിൽ ഒരുപോലത്തെ 3 സ്മോൾ സൈസ്. എന്തായാലും ഇതുണ്ടാക്കാൻ വളരെ എളുപ്പം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു സ്മൂത്തിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫുൾ. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇത്തരം ഒരു കാര്യം ഉണ്ടാക്കി കൊടുക്കുക. ഒരു സ്മൂത്തി, ഒരു നല്ലൊരു ഫ്രൂട്ട് സ്മൂത്തിയും ചെയ്ത് കൊടുത്താൽ വേറെ ഒന്നും വേണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി. അന്നത്തേക്ക് എന്താ പറയുക, ഉച്ചവരെ നല്ല എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.